ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ളൊരു ചീമച്ചക്കയും ചിക്കനും കൂടിയുള്ളൊരു കറിയായിട്ടാണ്. ഇതിന് ചീമച്ചക്ക, ഒരു ചെറിയ ചീമച്ചക്ക എടുത്ത് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വേവിക്കാൻ വയ്ക്കാം. അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ മസാലകൾ തയ്യാറാക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 3-4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പച്ചമുളക്, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില. കടായി അടുപ്പത്ത് വെച്ച് മസാലകളെല്ലാം ഒന്ന് പൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നേരിയ ബ്രൗൺ നിറാവുന്നതും ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർക്കണം. അതിനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയുണ്ട്, അത് ഞാൻ നേരത്തെ വിട്ടുപോയതാണ്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പിടിക്കും. അപ്പോൾ തീ കുറച്ചിട്ട് നേരിയ ബ്രൗൺ നിറാവുന്ന വരെ എടുക്കുക. എന്നിട്ട് നമ്മൾക്കത് മിക്സിയിൽ നല്ലപോലെ അരയ്ക്കാം. അതിനുള്ളിൽ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലിത്തിരി ഇഞ്ചിയും കുറച്ച് പച്ചമുളകും ചേർത്തു. ചിക്കൻ വേവിച്ച കഷ്ണങ്ങളും അതിൽ ചേർത്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിക്കാം. വെന്തൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരപ്പ് അതിലോട്ട് ഒഴിച്ച് ഇളക്കി കുറച്ച് സർവ്വസുഗന്ധിയുടെ ഇല, നല്ല മണമാണ് മസാലക്കറികൾക്ക്, ഒരു കറിവേപ്പിലയും പാകത്തിൽ കുറച്ച് ഉപ്പ് പോരങ്ങി ഉപ്പ് ഇട്ട് ഇളക്കി. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഒന്നും കൂടി കൂടാനായിട്ട് ഞാൻ ഇത്തിരി ക്രീം കൂടി ചേർത്തിട്ടുണ്ട്. പാലിൻ്റെ ക്രീമാണ്. പിന്നെ കുറച്ച് കസൂരി മേത്തി. ഈ മസാലക്കറികളിലൊക്കെ കസൂരി മേത്തി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വലിയ ഉള്ളി അരിഞ്ഞത് നല്ലപോലെ ബ്രൗൺ നിറാവുന്ന വരെ വറുത്ത് നമ്മുടെ ഈ കറിയുടെ മീതെ ഒഴിക്കാം. അടിപൊളി കറിയാണ്. ഇതിൻ്റെ ചിക്കൻ പീസ് എല്ലാവരും മാറ്റിക്കളഞ്ഞിട്ട് ഇതിലത്തെ ചീമച്ചക്കയുടെ പീസായിരിക്കും എല്ലാവരും കഴിക്കുക. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി ടേസ്റ്റുള്ള കറികളുമായിട്ട് ഇനി വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ ഇനി വരുന്നതാണ്.